രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു പാർവണി എത്തുന്നു. ഈ കാറ്റ് വന്നു കൊത്തുകൊടുത്തു എന്നാണോ? അല്ല, ഉമ്മ. കരകാണാക്കടൽ എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് കുരുന്നു താരമെത്തുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഭാഗമുണ്ട്. പി സുശീലാമ്മ ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത്. പിടിക്കായിട്ട് പാടിയില്ലേ? നിറം എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായി നിവേദി എത്തുന്നു. എനിക്ക് തോന്നുന്നു ഒരു 100/100 പോവുമോ. പാട്ടുവേദിയിലേക്ക് ഒരടിപൊളി പ്രകടനവുമായി മുഹമ്മദ് യാസിൻ എത്തുന്നു. മോനൊരു സൂപ്പർ പെർഫോമർ ആവാനായിട്ടുള്ള എല്ലാ കഴിവും ദൈവം തന്നിട്ടുണ്ട്. 1985 പുറത്തിറങ്ങിയ ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത്. മധുവങ്ങളെ സൂക്ഷിക്കണം നിങ്ങള്. മധുവിന്റെ അടുത്തുനിന്ന് ദൂരത്തോട്ട് മാറ്റി. പാട്ടും ഡാൻസുമായി വേദിയിലെത്തുന്ന താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കാരണം നേരത്തെ കളിച്ച ഡാൻസില് ഈ പാട്ടിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും കാലില് നേരത്തെ പിടിച്ചു. KJ യേശുദാസ്, KS ചിത്ര തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമായാണ് താരം ആലപിക്കുന്നത്. എന്താ പറ്റിയെന്ന് വെച്ചാലേ, ഈ നേരത്തെ ഡാൻസ് പഠിക്കാൻ പോയപ്പോ അറിയാണ്ട് പോയിട്ട് ചവിട്ട് നാടകം കൂടി പഠിച്ചു. യാസിന്റെ ഈ അടിപൊളി പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം.